വെരി സോറി മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. കണ്ടക്ടർ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വന്നത്. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാനുള്ള ക്ഷമ പോലും അയാൾ കാണിച്ചില്ല. പേഴ്സ് ഞാൻ പോക്കറ്റ് അടിച്ചിട്ട് പിടിക്കുമെന്നായപ്പോഴാണ് തിരികെ കൊടുക്കാൻ തുടങ്ങിയത്. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബസ്സിലൊക്കെ ഇതിപ്പോ ഒരു സ്ഥിരം പതിവാ. സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും പ്രതികള് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത പാർട്ടീസ് ആയിരിക്കും. അതുപോട്ടെ, ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഫോൺ ചെയ്താരാ? എന്റെ സുഹൃത്താ, ജേർണലിസ്റ്റ് അസോസിയേഷൻ പ്രസിഡന്റ് RJ കിഴക്കേടം. ഉണ്ട്. നിങ്ങളാരാ? അല്ല, ബസ്സിലെ യാത്രക്കാർക്ക് ടിക്കറ്റ് എഴുതി കൊടുക്കുന്ന കണ്ടക്ടറുടെ കാക്കിയും നീതിപാലനത്തിന് വേണ്ടി സാറണിഞ്ഞിരിക്കുന്ന ഈ കാക്കിയും രണ്ടും രണ്ടാണ്. സാമാന്യ ബോധമില്ലാത്ത ഒരു കണ്ടക്ടർ കഴുതയുടെ അബദ്ധജടിലമായ ജൽപ്പനങ്ങൾക്ക് സാറിന്റെ മസ്തിഷ്കത്തെ മരവിപ്പിക്കാൻ കഴിയുമെന്ന് വിവേകശാലിയായി ഞാൻ കരുതിയിരുന്നില്ല. തുറച്ചു നോക്കണ്ട, ഞാൻ കിഴക്കേടം, കേരള ടുഡേ. കിഴക്കേടം, പ്രശ്നമല്ല, സോൾവ് ആയി. ആര് പറഞ്ഞു സോൾവ് ആയെന്ന്? പ്രശ്നം തുടങ്ങിയിട്ടേ ഉള്ളൂ. യാത്ര പുറപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു ട്രെയിനിലോ പ്ലെയിനിലോ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഏതെങ്കിലും അജ്ഞാതൻ ഫോൺ ചെയ്ത് പറഞ്ഞാൽ ഉടനെ ട്രെയിനും പ്ലെയിനും ക്യാൻസൽ. ലക്കും ലഗാനും ഇല്ലാതെ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരുത്തന്റെ പോക്കറ്റ് അടിച്ചു എന്ന് സംശയം പറഞ്ഞാൽ ഉടനെ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക്. ഈ വ്യവസ്ഥ ഇവിടെ അവസാനിപ്പിച്ചേ പറ്റൂ ഇൻസ്പെക്ടർ. ചിരിക്കരുത്. കുറെ നിരപരാധികളെ ചോദ്യം ചെയ്ത് വിറപ്പിക്കുമ്പോ ഏതാണ്ട് സായുജ്യം കിട്ടിയ പോലെ പോലീസ് അമ്മമാർക്ക്. കൈക്കൂലി കാശ് കൊണ്ട് പള്ള വീർപ്പിച്ചാൽ മാത്രം പോരാ, തലയ്ക്ക് താഴ്താമസം ഉണ്ടാക്കാനുള്ള ഏർപ്പാട് കൂടി ചെയ്യണം. കേട്ടോ കാക്കി? അന്തസ്സോടെ പെരുമാറിയാൽ ഞങ്ങൾ പോലീസ് എന്ന് വിളിക്കും, ഇല്ലെങ്കിൽ പുല്ലീസ് എന്ന് വിളിക്കും. ക്ഷമിക്കും തോറും തലേ കയറും. ക്ഷമിക്കണം സാർ, സാധാരണ പത്രക്കാരൊക്കെ ഇങ്ങനെ പറയൂന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല എന്ന് പറയുന്നതിന് മുമ്പ് ഇടി വീണു. ഒരു തവണത്തേക്ക് മാപ്പാക്കണം, വിവരക്കേട് കൊണ്ടാ. കിഴക്കേടം, ഞാനും വരുന്നു. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. മർമ്മത്തിലാ കൊണ്ടുപോകും. അതെ, ഗുഡ് മോർണിംഗ്. നാളത്തെ പത്രത്തിലേക്കല്ലേ? കൊടുക്കാമല്ലോ. മാറ്റർ പറഞ്ഞോളൂ. ഇത് രഞ്ജിനി മേനൻ, പുതിയ റിപ്പോർട്ടറാ. ഇത് ഉണ്ണികൃഷ്ണൻ, സബ് എഡിറ്റർ. ഇത് നമ്മുടെ ഞാൻ RJ കിഴക്കേടം, സിറ്റി കറസ്പോണ്ടന്റ് ആണ്. പോലീസ് സ്റ്റേഷനിൽ പോയ കാര്യം എന്തായി? എന്താകാൻ, ഞാൻ സബ് ഇൻസ്പെക്ടറെ വരട്ടിയപ്പോ അയാൾ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. 24 hours കാസർഗോഡേക്ക് കമത്തു എന്ന് പറഞ്ഞപ്പോ ഒറ്റ മോങ്ങൽ. തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഏതോ അലവിലാതി പെണ്ണാണ് വാദി. അല്ലെങ്കിൽ താഴെ വീണ പേഴ്സ് എടുത്ത് കൊടുക്കാൻ പോയ ആളെ കള്ളനാക്കൂ. ബ്ലഡി ബീച്ച്. അവളെ എന്റെ കൈ കിട്ടിയ ഞാൻ ചെകിടത്തൊന്ന് പൊട്ടിക്കും. കണ്ടക്ടറാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. നീ എന്തിനാ ഇപ്പൊ മാറ്റി പറയുന്നത്? നീ തന്നെയല്ലേ പറഞ്ഞ അവളെ കണ്ടാ തന്നെ അറിയാം ഒരു വട്ടിന്റെ ലക്ഷണം ഉണ്ടെന്ന്. കുമാരി രഞ്ജിനിക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായില്ലല്ലേ? പറയാം. ഇവൻ ബസ് യാത്ര ചെയ്യുമ്പോൾ ഒരു വാക്ക് എന്നോട് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോടാ പരമദുഷ്ടം. പറയാനൊരു അവസരം തരണ്ടേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? നിക്ക് നിക്ക്. ബസ് യാത്ര ചെയ്യുന്നത് രഞ്ജിനിയാണെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഞാൻ കുട്ടിയൊന്ന് ചുണ്ടി പിടിപ്പിക്കാൻ നോക്കിയതാ, ഒരു തരത്തിലുള്ള റാഗിങ്. പക്ഷേ കുട്ടി പിടിച്ചു തന്നു. യു ആർ വെരി സ്മാർട്ട്. എന്നാ ഞാൻ ബാറിൽ പോയി, കന്റീനിൽ പോയി ഞാൻ ഒരു ചായ കുടിച്ചിട്ട് വരാം. എന്തിന്? ഇറ്റ് വാസ് നോട്ട് യുവർ ഫോൾട്ട്. സത്യം പറഞ്ഞ മാനേജിംഗ് ഡയറക്ടറുടെ പ്രസംഗം കേട്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. അയാള് പറയും പോലൊക്കെ അധ്വാനിക്കുന്നതിനേക്കാൾ നല്ലത് ചുമടെടുക്കാൻ പോകുന്നതാ. ചുമട്ട് ജോലിക്ക് അങ്ങനെ പ്രായപരിധി ഒന്നും ഇല്ലല്ലോ. അതെ, കിഴക്കേടത്തിന് ഇനി വേണമെങ്കിലും പോകാന്നല്ലേ ഉള്ളൂ. ഞങ്ങള് തമ്മിൽ ഇങ്ങനെ എപ്പോഴും തമാശ പറഞ്ഞോണ്ടിരിക്കും. നമ്മുടെ പത്രത്തിന്റെ പഴയ ഇഷ്യൂ ഒക്കെ ഒന്ന് റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. ഇവിടുത്തെ സ്റ്റൈൽ ഓഫ് ഫംഗ്ഷനിങ് അറിഞ്ഞിരിക്കാമല്ലോ.
എന്റെ ലേഖനങ്ങളുള്ള പത്രങ്ങൾ സശ്രദ്ധം വായിക്കണം, അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. ശരിയാ, മോശപ്പെട്ട ലേഖനങ്ങൾ എങ്ങനെ എഴുതുന്നെന്ന് മനസ്സിലാക്കിയിരിക്കാമല്ലോ. ഉടേഷൻ, ഒരു മിനിറ്റ്. അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോണം. എന്റെ അപ്പൂസിന്റെ സ്വന്തം കുപ്പൂസിന്റെ 7-8 ഭാഗം എഴുതി വെച്ചേക്കണം. കഥ ഇതുവരെ എന്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അത് ശരി, എത്ര നാള് നിന്നെ കൊണ്ട് എഴുതിച്ച് എനിക്കിങ്ങനെ ആളായി നടക്കാൻ പറ്റും എന്നല്ലേ അച്ഛയുടെ അർത്ഥം? നിനക്കോ പൈങ്കിളി വാരികൾ എഴുതാൻ താല്പര്യമില്ല. അപ്പൊ പിന്നെ കൂലിക്ക് എഴുത്ത് നല്ല പരിപാടിയല്ലേ? കിട്ടുന്നത് പാല് നിനക്ക് തരുന്നുണ്ടല്ലോ. കാശിന്റെ കണക്ക് അവിടെ നിൽക്കട്ടെ, എവിടെ എത്ര അത്യാവശ്യമായിട്ട് പോകാനുള്ളത്? സംഗതി പരമരഹസ്യമാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു നക്ഷത്ര വേശ്യാലെ സംഗതത്തെ കുറിച്ച് അറിവ് ലഭിച്ചിട്ടുണ്ട്. നേരിട്ട് പോയി ചില വിവരങ്ങൾ ചോർത്തിയെടുത്ത് നാളത്തെ പത്രത്തിൽ തന്നെ കാറ്റണം. അതത്ര ഈസി ആയിട്ട് നടക്കുന്ന കാര്യമാണോ? അല്ല, അതിന് ഞാൻ വേറെ വകുപ്പ് കണ്ടുവച്ചിട്ടുണ്ട്. എന്റെ പരിചയക്കാരി ഒരു നാടക നടിയെ ഞാൻ കൂടെ കൊണ്ടുപോകും. എന്തിന്? ആ പെണ്ണിനെ അവിടെ നിർത്താനാണെന്ന് കള്ളം പറയും. എന്നിട്ട് ഞാൻ അകത്ത് കയറും, ചോർത്തും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ബെസ്റ്റ്. മനസ്സിലായില്ല. ഇവിടെ ചേർക്കാൻ കൊണ്ടുവന്ന എങ്ങനെയുണ്ട് ഉരുപ്പടി? തരക്കേടില്ല. അതേ വാ. വലിയ വലിയ VIP വരുന്ന വീടല്ലേ, തനിക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാം. എന്നാ എന്റെ പേര്? ഓമന. അല്ലടോ, തന്റെ പേരെന്താ? തന്റെ പേരെന്തോടോ? അതെ, നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പേഴ്സണൽ ടൈത്തിൽ സംസാരിക്കാം. ബാ. എന്തുവാടേ ഇടയുന്നേ? നല്ല ബാഡയാണല്ലോ, താൻ ഇവിടുത്തെ ബാഡി ഗാർഡാണ്. ബാ ബാടേ. പട്ടി കഴിവണേ. അയ്യോ 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 എന്റെ അമ്മ. എന്തു പറ്റി? അവിടെ പോയി. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും അടി ഒരുമിച്ച് കൊണ്ടിട്ടില്ല. ആ പഴയ എണ്ണയും കുഴമ്പ് കൂടി ഇരിപ്പുണ്ടല്ലോ. ഉണ്ട്. കുറച്ച് വെള്ളം ചൂടാക്കി ദേഹം മുഴുവൻ പിടിച്ചത് അനിയ. കേൾക്കണം, പോണ്ടാന്ന് പറയണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. അത് മനസ്സിലുണ്ടായിരുന്നാ മതിയോടെ പറഞ്ഞു തൊലക്കട്ടെ. പക്ഷെ അടി കൊള്ളണമെന്ന് തലയിൽ വര കിടക്കുമ്പോ അത് നമ്മൾ ആരെങ്കിലും വിചാരിച്ചാ മാറ്റാൻ പറ്റുമോ? കിടക്കണം. ഈ ടൈപ്പ് 2 ഇടി കൂടി കിട്ടിയിരുന്നെങ്കിൽ ജനങ്ങളുടെ പ്രിയങ്കരനായ കിഴക്കേടൻ ദിവംഗതനായി ഇന്ന് നമ്മുടെ പത്രത്തിൽ തന്നെ ബ്ലാക്ക് ബാർഡറിൽ ഫോട്ടോ അടിച്ചു വന്നേനെ അനിയ. വിഷമിക്കാതെ നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. എങ്ങനെയുണ്ട് ലോട്ടറി കച്ചവടക്കാരെ കുറിച്ചുള്ള എന്റെ ഫ്യൂച്ചർ? വളരെ നന്നായിട്ടുണ്ട്. നല്ല ഭാഷ, നല്ല ശൈലി, വളരെ നല്ല പ്രസന്റേഷൻ. താങ്ക് യു. ജന്മനാ കിട്ടിയ കഴിവിനെ ചിന്തയാകുന്ന വളമിട്ട് പരിപോഷിപ്പിച്ചത് കൊണ്ടാണ് ഞാനൊരു ജീനിയസ് ആയി മാറിയത്. എന്റെ ഈ ലേഖനത്തെ പ്രകീർത്തിച്ച് വായനക്കാരിൽ നിന്ന് നാളെയോ മറ്റന്നാളോ 15 എഴുത്തുകൾ ഈ ഓഫീസിൽ കിട്ടും. 15 എന്ന് ഇത്ര കൃത്യമായിട്ട് സാറിന് എങ്ങനെ അറിയാം? അത് ഞാൻ ഊഹിക്കുന്നതാ. കള്ള അഡ്രസ്സിൽ അനുമോദന കത്തുകൾ എഴുതിയിടുന്ന സ്വഭാവം മറ്റു പലരെയും പോലെ എനിക്കില്ല മിസ് രഞ്ജിനി. പക്ഷേ കിഴക്കേടത്തിന് അഭിനന്ദിച്ചുകൊണ്ട് എഴുതുന്നവരെല്ലാം ഒരേ സ്വഭാവക്കാരാണ്. അതെങ്ങനെ അറിയാം? അല്ലെങ്കിൽ പിന്നെ എല്ലാവരുടെയും കയ്യക്ഷരം ഒന്നുപോലെ ഇരിക്കാൻ കാരണം? അത് അപ്പന് ടച്ച് ചേർത്തല്ലേ. നിങ്ങളാരും പുതിയ ഫീച്ചേഴ്സ് തയ്യാറാക്കുന്നില്ലേ? ഞാൻ എന്റെ വിഷയം സെലക്ട് ചെയ്തു. ഗോതമ്പ് മാവിൽ കുഴയുന്ന കേരള സർക്കാർ. റേഷൻ ഗോതമ്പ് കടകളിൽ നിന്നും സ്വകാര്യ മില്ലുകളിലേക്ക് കടത്തുന്നതിന്റെ കഥകൾ ഞാൻ അനാവരണം ചെയ്യും. ഇതെല്ലാ പത്രങ്ങളിലും വന്നു കഴിഞ്ഞല്ലേ? ആണോ? അതപ്പോ അതെ, ഞാനൊരു പുതിയ മുഖം നൽകും. എ ന്യൂ ഫേസ് ഓഫ് വീറ്റ്. എന്താ ഉണ്ണികൃഷ്ണന്റെ വിഷയം? ഞാൻ തൽക്കാലം ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. ഹൗ അബൌട്ട് യു? ഇവിടെ മറൈൻ ഡ്രൈവിൽ ആർട്ട് ഗാലറിക്ക് വേണ്ടി അലോട്ട് ചെയ്ത സ്ഥലത്ത് കെമിക്കൽ ഫാക്ടറി കൊണ്ടുവരാൻ ചില ബിഗ് ഷോട്ടുകൾ ചരടുവലി തുടങ്ങിക്കഴിഞ്ഞു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒബ്ജക്ഷനൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മിനിസ്ട്രിയുടെ ഡയറക്റ്റ് സാങ്ഷൻ വാങ്ങാനാണ് അവരുടെ പരിപാടി. ഇതാണ് എന്റെ അടുത്ത ഫീച്ചർ. എക്സ്ക്യൂസ് മീ, എനിക്ക് അർത്ഥം അറിയാഞ്ഞിട്ടല്ല. പൊള്യൂഷൻ എന്നതുകൊണ്ട് മിസ് രഞ്ജിനി എന്താണ് ഉദ്ദേശിക്കുന്നത്? പോലീസിനെ സംബന്ധിച്ചാണോ? അതുങ്ങളെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഒരു ലേഖനം എഴുതിയതല്ലേ, കാക്കിക്കുള്ളിലെ കഷ്ടം അഥവാ നിർവീര്യം. പോലീസ് അല്ല കിഴക്കേടം, പട്ടാളം. ഓ, മിലിട്ടറി. റം പട്ടാളം.
പൊല്യൂഷൻ പട്ടാളം പൊല്യൂഷൻ പട്ടാളം